പ്രീതീസ് മന്ന കിച്ചൻ. നമുക്ക് ഇടിയപ്പം ഇന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇടിയപ്പത്തിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, എന്നാലും അതിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് ചേർക്കുന്നത് നമുക്ക് നോക്കാം. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് നല്ല വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ച് വേണം നമ്മൾ ഈ അരിപ്പൊടി കുഴച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചിരിക്കുന്നത് നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന അപ്പത്തിൻ്റെ പൊടി അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടിയായിട്ട് തന്നെ കിട്ടും. അത് 1/2 കിലോ ആണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, തിളച്ച വെള്ളം, ഇത് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്ന അച്ച്, ഇടിയപ്പം ഉണ്ടാക്കാനുള്ള അച്ച് നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് കുഴച്ച് നോക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല തിളച്ച വെള്ളം കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് നമുക്ക് കുഴച്ചെടുക്കാം. കൈകൊണ്ട് കുഴച്ചെടുക്കാൻ ശ്രമിക്കരുത്, തിളച്ച വെള്ളം ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്. ഞാൻ ഈ 1/2 കിലോ അരിപ്പൊടിയിലേക്ക് 850 ml തിളച്ച വെള്ളം ഒഴിച്ചാണ് നമ്മളിപ്പോൾ ഇത്രയും കുഴച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമ്മളിത് തവി മാറ്റി കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തിയെടുക്കണം. നന്നായിട്ട് മയപ്പെടുത്തി കുഴച്ച് നമ്മളിത് ഉരുട്ടി ഒരു 10-15 മിനിറ്റ് നേരമെങ്കിലും വെച്ചതിന് ശേഷം നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് കിട്ടും. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഇഡ്ഡലി തട്ടിലേക്ക് ഒരു ലേശം തേങ്ങ ചിരകിയത് വിതറിയതിന് ശേഷമാണ് ഇടിയപ്പം അതിലേക്ക് പിഴിയുക. നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴച്ച് വെച്ചിട്ട് 10-15 മിനിറ്റ് ആയി. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ മാവ് ഇപ്പോൾ കുഴച്ച് വെച്ചിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പുണ്ടോ നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് തന്നെ നോക്കുകയും ചെയ്യണം. അതുപോലെ ഇഡ്ഡലി തട്ടിലേക്ക് തേങ്ങ ഞാൻ ഇച്ചിരി എടുത്ത് വെച്ചിട്ടിട്ടുണ്ട്. ഈ തേങ്ങയുടെ മുകളിലേക്കാണ് നമ്മൾ ഇനി ഇടിയപ്പം പിഴിഞ്ഞ് വയ്ക്കുക. ഇനി നമുക്ക് മാവ് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് എടുത്തിട്ട് ഇടിയപ്പം ഉണ്ടാക്കാം. ഒരു ചെറിയ ബോളായിട്ട് കയ്യിൽ ഉരുട്ടിയെടുക്കുക. കയ്യിൽ മാവ് പറ്റുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളത്തിൽ മുക്കിയതിന് ശേഷം മാവ് എടുത്താൽ മതിയാവും. നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞാണ്. ആദ്യം ആ തട്ടിനകത്തേക്ക് നമുക്ക് നിറച്ചിടാം. അതിന് ശേഷം നമ്മൾ പതുക്കെ ഒന്ന് ചുറ്റിച്ച് അതിനൊരു ഷേപ്പ് വരുത്തി കൊടുക്കാം. അടുത്ത സൈഡിലേക്ക് നേരെ പിഴിക്കുക. അതിന് ശേഷം നമുക്ക് റൗണ്ട് പിടിച്ച് അപ്പം നമ്മളിവിടെ 4 ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നിങ്ങൾ ഈ ഒരു തട്ടേ വയ്ക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ വിതറുക. വീണ്ടും ഇതുപോലെ തന്നെ ഒരു ലെയറും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് ഒറ്റ ചുപ്പിൽ 2 ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇടിയപ്പം നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി അത് വെന്തോ എന്ന് നമുക്ക് തുറന്ന് നോക്കാം. വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളതിൽ ഒരു നൂലയിൽ നമ്മൾ പിടിച്ച് കഴിയുമ്പോൾ അത് ഒട്ടാതെ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ വെന്തെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്കൊരു പാത്രം എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ സൈഡ് ഡിഷായിട്ട് നമ്മൾ കറിയല്ല ഉപയോഗിക്കുന്നത്,
തേങ്ങാപ്പാലിൽ പഞ്ചസാരയും ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. ഈ തേങ്ങാപ്പാൽ നമ്മൾ ഇടിയപ്പത്തിലേക്ക് ഒഴിച്ച് കുഴച്ചാണ് ഇടിയപ്പം കഴിക്കുക. ഇടിയപ്പത്തിൻ്റെ ഒപ്പം നമ്മൾ പലതരത്തിലുള്ള കറികൾ കൂടി കഴിക്കാറുണ്ട്. മുട്ടക്കറി, കടലക്കറി, അങ്ങനെ പലതരത്തിലുള്ള കറികൾ നമ്മൾ ഉണ്ടാറുണ്ട്. നമ്മൾ ഇന്നിവിടെ കഴിക്കുന്നത് തേങ്ങാപ്പാലിൽ പഞ്ചസാര ചേർത്താണ്. ഇതെൻ്റെ ഫ്രണ്ട് ജാസ്മിൻ, തൃശ്ശൂർക്കാരിയാണ്. അവരുടെ നാട്ടിലെ പ്രത്യേകതയാണത്. അവർ ഇടിയപ്പത്തിനൊപ്പം തേങ്ങാപ്പാലിൽ പഞ്ചസാര ചേർത്താണ് കഴിച്ചത്. ഇത് വളരെ ടേസ്റ്റിയാണ്, നല്ല കോമ്പിനേഷനാണ്. എനിക്കിതൊരു ആദ്യത്തെ അനുഭവമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുകയും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നു. നല്ല മയമുള്ള ഇടിയപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെല്ലാവരും കണ്ടുകഴിഞ്ഞു. എനിക്ക് പല മെസ്സേജുകളും വന്നിരുന്നു, എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. അതുകൊണ്ട് തന്നെ സേവനാലിൽ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ അച്ഛനകത്ത് മാവിട്ട് കഴിയുമ്പോൾ ഭയങ്കര മുറുക്കമാണ്, അത് പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്, എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു മെസ്സേജുകളും വന്നിട്ടുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ മുൻപെങ്കിലും നല്ല ചൂടായ വെള്ളത്തിൽ സേവനാലി ഇട്ട് വയ്ക്കുക. അല്ലെങ്കിൽ മാവ് ഇടുന്നതിന് മുൻപ് അല്പം എണ്ണ തട്ടിയാലും മതിയാവും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാൻ പറ്റും. അരിപ്പൊടി കുഴക്കുന്ന സമയത്ത് ഒരുപാട് മുറുകിപ്പോയിട്ടുണ്ടെങ്കിൽ നല്ല മയമുള്ള അപ്പം കിട്ടത്തില്ല, നമുക്കത് പിഴിഞ്ഞെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.